നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിന്റെ മുന്നത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത് മൈക്രോവേവ് സ്പെക്ട്രമാണ്, റൊട്ടേഷണൽ സ്പെക്ട്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മോളിക്യൂൾസ് ആർ നോട്ട് ഫിക്സ്ഡ്, ദ ആറ്റംസ് ആർ നോട്ട് ഫിക്സ്ഡ് ഇൻ എ മോളിക്യൂൾ. And we have seen that the atoms are vibrating and also rotating. And നമ്മളതിൽ റൊട്ടേഷണൽ സ്പെക്ട്രം നമ്മൾ കഴിഞ്ഞതിൽ നമ്മൾ ബൈ നെഗ്ലക്റ്റിംഗ് ദി വൈബ്രേഷണൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു, റൊട്ടേഷണൽ സ്പെക്ട്രം ഡിസ്കസ് ചെയ്തു. നമ്മളിവിടെ വൈബ്രേഷൻ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റൊട്ടേഷൻ നമ്മൾ നെഗ്ലക്ട് ചെയ്യും. അപ്പോൾ വെൻ ടു ആറ്റംസ് കമ്പൈൻ, നമ്മൾ ഫസ്റ്റ് ഡയറ്റമിക് മോളിക്യൂൾ നമുക്ക് കൺസിഡർ ചെയ്യാം. When two atoms combine to form a stable covalent molecule, example HCl, there is a repulsion between the positive H plus and charged nuclei of both atoms, and Cl minus, H plus Cl minus, and between the negative electron clouds. On the other, there is an attraction between the nucleus of one atom and the electrons of the other. നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത് വെച്ചാൽ ഈ വൈബ്രേഷൻ വരാൻ കാരണം ന്യൂക്ലിയസ് പോസിറ്റീവ് ചാർജ് ആണ്. ദെൻ ഈ എച്ച് പ്ലസിലെ ഹൈഡ്രജന്റെ ന്യൂക്ലിയസും സി എല്ലിന്റെ നെഗറ്റീവ് ക്ലൗഡും തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാകും, അതുപോലെ തിരിച്ചു ഇങ്ങോട്ടും ഉണ്ടാകും. അപ്പോൾ ആ attraction, it produces some vibrations. The two atoms settle at a mean internuclear distance such that these forces are just balanced and the energy of the whole system is at minimum. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മോളിക്യൂൾ നമ്മൾ എന്ത് എടുത്തു, ഇത് ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് എക്സ് ആക്സിസിൽ നമുക്ക് പ്ലോട്ട് ചെയ്യാം. എനർജി ഓഫ് ദ മോളിക്യൂൾ ഇൻ ദി വൈ ആക്സിസ് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇഫ് ദിസ് ലൈൻ, ദിസ് വെർട്ടിക്കൽ ലൈൻ റെപ്രസെന്റ്സ് ദി ആർ ഈക്വലന്റ്, then even though the atoms are separated by a distance, so they have a minimum energy എപ്സിലോൺ 1. നമ്മളിവിടെ എപ്സിലോൺ 1 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുവെച്ചാൽ ഈ മോളിക്യൂളിന് നമ്മൾ വീണ്ടും ഒന്ന് എക്സ്റ്റേണൽ എനർജി കൊടുത്തിട്ടോ അല്ലെങ്കിൽ ബൈ ഇന്റേണൽ എനർജി ഡിഫറൻസ്, if the molecules are separated by a distance, then they will have some energy, and that energy is represented by epsilon 2. And if we compress the molecule, then they come to this state. Okay, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, we can plot a parabola by connecting the position of the molecule. So it is simply the image of a simple harmonic oscillator. Okay, നമ്മൾ ആ കൺസെപ്റ്റിലേക്കാണ് വരുന്നത്. നമ്മൾ ഇത് നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മൾ മൈക്രോവേവ് സ്പെക്ട്രൽ നമ്മൾ. And these forces are just balanced and the energy of the whole system is at a minimum at this point. Atom 2 skews the atoms more closely together and the repulsive force rises rapidly. Atom 2 pull them further apart and we are resisted by the attractive forces. അപ്പോൾ ഇത് ഒരു സ്പ്രിങ് പോലെ ഇത് ആക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതായത് നമുക്ക് ഒരു ആറ്റം ഉണ്ട്. ഓക്കെ, ഒരു ആറ്റം ഉണ്ട്, ഇവിടെ നമുക്ക് മറ്റൊരു ആറ്റം ഉണ്ട്. അപ്പോൾ ദേ ആർ ഇൻ എ ബാലൻസ്ഡ് സ്റ്റേറ്റ് എന്ന് കരുതാം. ഓക്കെ, ഇതൊരു സ്പ്രിങ് ആണ്. ദെൻ if you compress the atoms, what happens? They have positive
nucleus, they have positive nucleus and negative cloud, then this charge എന്ത് ചെയ്യാൻ പറ്റും, കംപ്രസ് ചെയ്യുന്ന സമയത്ത് they will feel a repulsive force. ഓക്കെ, അതുപോലെ നമ്മൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളതിനെ സ്ട്രെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് there are attractive forces, the positive and the negative, these attractive forces, because if it is H plus and this is Cl minus, they feel an attractive force, so they എന്താവും നമ്മൾ നേരത്തെ ഇപ്പോൾ കണ്ട പരാബോള മാതിരി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനീഷ്യലി they have a minimum energy level, then if you compress it they comes to this stage, so they have a different energy than the equilibrium energy level, and if you extend it they will have a different energy. So if we plot internuclear distance and energy in y-axis, we can represent this as energy 1, oh this is energy 2, and this is energy 3. Above these are the energy levels. So we have a vibrations. Okay, we can consider the vibrations. നമ്മൾ നോട്ടിലേക്ക് തന്നെ വീണ്ടും പോകാം. And in either case, an atom to distort the bond requires an input of energy, and we may plot at the minimum the internuclear distance is referred to as R equilibrium. അപ്പോൾ നമ്മൾ ആ മിനിമം പൊസിഷൻ നമുക്ക് R equilibrium എന്നുള്ളത് നമുക്ക് മാർക്ക് ചെയ്യാം. മിനിമം R equilibrium നമുക്ക് മാർക്ക് ചെയ്യാം. Then നമ്മളിവിടെ സ്പ്രിംഗ് ഇക്വേഷൻ പോലെ നമ്മൾ കൺസിഡർ ചെയ്തു. സോ വി ക്യാൻ കൺസിഡർ ദി ഹൂക്സ് ലോ ഹിയർ. ഹൂക്സ് ലോ നിങ്ങൾക്കറിയാം, എഫ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. ഇവിടെ ചേഞ്ച് ഈസ് ആർ മൈനസ് R equilibrium. So F is equal to minus K into R minus R equilibrium. Then energy is half kx square, that is energy is equal to half K into R minus R equilibrium whole square. This model of vibrating diatomic molecule is so called the simple harmonic oscillator model. Oh, this is simply an approximation to analyze the vibrational spectrum. അപ്പോൾ നമ്മൾ ഇതിനെ തന്നെ വീണ്ടും നമ്മൾ അനലൈസ് ചെയ്ത് പോകുന്ന സമയത്ത് the zero of curve and equation is found at R equal to R equilibrium, and any energy in excess of this, for example epsilon 1, arises because of the extension or compression of the bond. നമ്മുടെ ഇവിടെ കണ്ടു energy change express the bond. The figure shows that if one atom is considered to be stationary on the R equal to 0 axis, the other will oscillate between B1 prime, B11 prime. Okay, B1. ഇപ്പോൾ നമ്മളിവിടെ എടുക്കുന്നത് ഈ ആറ്റം എടുത്തു. ഓക്കെ, ഇതാണ് നമ്മളിപ്പോ ഇങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒരു ആറ്റം ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യാം. one atom is fixed at this point and the another atom is placed here, and if you extend it the atom will be reached here, the same atom. അപ്പോൾ നമ്മൾ H plus ഇതിനെ H plus എടുക്കാം, ഇതിന് നമുക്ക് Cl മൈനസ് നൽകാം. അപ്പോൾ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ Cl മൈനസ് ഇവിടെ എത്തി. അപ്പോൾ നമ്മൾ ഇതിനെ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ കംപ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പോയിന്റിൽ എത്തും. ഈ ആറ്റം നമ്മൾ ഫിക്സ് ചെയ്തു, H പ്ലസ് നമ്മൾ ഫിക്സ് ചെയ്തു, Cl മൈനസ് കംപ്രസ് ചെയ്ത് ഇവിടെ എത്തി.
നമ്മൾ അതിനെ എക്സ്റ്റെൻഡ് ചെയ്തു, നമുക്ക് ഇവിടെ എത്തിച്ചു Cl മൈനസ്. നമ്മൾ ഇതിനെ വീണ്ടും ഇതിനേക്കാൾ നമ്മൾ കംപ്രസ് ചെയ്തു. H ഇവിടെ ഇത് ഫിക്സഡ് ആണ്, കംപ്രസ് ചെയ്തു, ഇതിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു ഈ പൊസിഷനിൽ. അപ്പോൾ ഈവൻ ദോ ഇൻ ബോത്ത് കേസസ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കേസ് ആണെങ്കിലും ഈ കേസ് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് പറയാൻ പറ്റും, the molecule has different energy levels in all these cases. So in this case we assume that it has the energy level at epsilon 1, it is epsilon 2, epsilon 3. Okay. അപ്പോൾ V1 one atom is fixed at here A and another atom is B1, then it is extended to B double prime. നമ്മൾ വീണ്ടും മാറ്റം ഈ പൊസിഷനിൽ നമ്മളൊരു വേറെ ഒരു ഇതിനെ കംപ്രസ് ചെയ്തു, അപ്പോൾ എനർജി ലെവൽ വ്യത്യാസം വന്നു. ദെൻ നമ്മൾ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്തു, അപ്പോൾ ഇറ്റ് ആക്ട് ആസ് എ സ്പ്രിങ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ anyway if the energy is increased to epsilon 2, the oscillation will become more vigorous. And vibrational frequency depends upon the mass of the system and the force constant. നമ്മൾ അത് ഹാർമോണിക് ഓസിലേറ്റർ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ യൂസിങ് ദി ഹാർമോണിക് ഓസിലേറ്റർ, യൂസിങ് ദി ക്ലാസിക്കൽ ഇക്വേഷൻസ്, ഒമേഗ ഫ്രീക്വൻസി, ഒമേഗ ഓസിലേഷൻ is equal to 1 by 2 pi into square root of k by mu. Mu is the reduced mass, k is the spring constant. This is the in the unit of hertz. Then in the centimeter per second, the frequency omega bar oscillation is obtained as 1 by 2 pi c, because here we divided by c to convert it in centimeter, into square root k by mu per centimeter. So now this is a frequency in per centimeter. Then the simple harmonic oscillator, we have the energy equation E nu equal to nu plus half h omega oscillation. It is in the joule, where nu is equal to 0, 1, 2, etc. Nu is called the vibrational quantum number. In the per centimeter unit, we can multiply by 1 by hc. So the energy in per centimeter is expressed as epsilon mu equal to E nu by hc, which is equal to nu plus half this h omega oscillation by hc. We can write this one, omega bar oscillation per centimeter. അത് കിട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് ഇനി ന്യൂക്ക് വാല്യൂസ് കൊടുത്ത് നോക്കാം. നമുക്ക് when the lowest energy level, that means the vibrational level is 0, nu is equal to 0, we have the E0 equal to half omega bar oscillation. ഇത് നമ്മൾ ഈ ഇക്വേഷനിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഈ ഇക്വേഷൻ എടുക്കുമ്പോൾ നമുക്ക് half omega bar oscillation per centimeter എന്ന് എഴുതാൻ പറ്റും. The implication is that the diatomic molecule can never have zero vibrational energy, or 0 point energy എന്ന് അറിയപ്പെടുന്നുണ്ട്. And atom can never be completely at rest relative to each other. This quantity half omega bar oscillation per centimeter or half h omega bar omega oscillation in joule is known as the 0 point energy. Okay, അപ്പോൾ നമുക്ക് ആ എനർജി നമുക്ക് ഒരു സ്പെക്ട്രൽ ലൈനിൽ നമ്മൾ എഴുതുന്ന സമയത്ത് സ്പെക്ട്രൽ റെപ്രസെന്റേഷൻ നമ്മൾ എഴുതുമ്പോൾ we have omega bar oscillation. Okay, നമുക്ക് അതിന് വേണമെങ്കിൽ ഒമേഗ 0 ബാർ ഓസിലേഷൻ എന്നും എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ സെലക്ഷൻ റൂള് ഡെൽറ്റ ന്യൂ ഇസ് ഈക്വൽ ടു 1 ആവുമ്പോൾ ന്യൂ ടു 0 to 1, 1 to 2, 2 to 3, അതാണ് ആ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ന്യൂക്ക് നിങ്ങൾ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഡിഫറെന്റ് വാല്യൂസ് 0, 1, 2, 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക്
ദീസ് എനർജി ലെവൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ വരച്ച് പഠിക്കുക കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇങ്ങനെ നിങ്ങൾ പ്ലോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഈ സ്പെക്ട്രൽ ലൈൻ നിങ്ങൾ മാർക്ക് ചെയ്യാൻ പഠിക്കുക, വരച്ചിട്ട് പഠിക്കുക. ഇത് വരച്ചിട്ട് മനസ്സിലായല്ലോ അല്ലേ? ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ന്യൂക്ക് വാല്യൂസ് കൊടുത്താൽ ന്യൂക്ക് 0 കൊടുക്കുക, 1 കൊടുക്കുക, 2 കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ലെവലിൽ നമുക്ക് മാർക്ക് ചെയ്ത് പോകാൻ പറ്റും. E0, E01, E02, E0, ε3, ε4 മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത് വരച്ച് പഠിക്കുക കേട്ടോ. And from the Schrodinger equation പറഞ്ഞു കഴിഞ്ഞു, the selection rule is del plus or minus 1. Then selection, when we apply the selection rule, the energy levels omega bar oscillation per centimeter for emission or absorption. Omega bar oscillation നമ്മൾ കണ്ടു. ഓക്കെ, ആ ഒരു സ്പെക്ട്രം നമ്മളിവിടെ വരച്ച് കഴിഞ്ഞു. For anharmonic oscillator, നമ്മൾ ഇപ്പോൾ എടുത്തത് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ആണ്. പക്ഷെ ആക്ച്വൽ കേസിൽ സിമ്പിൾ ഒരു മോളിക്യൂൾ എന്നുള്ളത് സിമ്പിൾ ഹാർമോണിക് അല്ല. അപ്പോൾ വി ഹാവ് ടു റിയൽ കേസിൽ വി ഹാവ് ടു കൺസിഡർ അൻഹാർമോണിക് ഓസിലേറ്റർ. So the real molecules do not obey exactly the laws of simple harmonic motion. Real bonds, although elastic, are not so homogeneous as to obey Hooke's law. If the bond between atoms is stretched, for instance, there comes a point at which it will break. The molecule dissociate into atoms. Thus, although for small compressions and extensions, the bond may be taken as perfectly elastic. For larger amplitudes, say greater than 10% of the bond length, more complicated behavior may appear. Diagrammatically, the shape of the energy curve for a typical diatomic molecule is given here. ഇത് ഹാർമോണിക് ഓസിലേറ്റർ, നമ്മളിവിടെ നേരത്തെ കണ്ട ഹാർമോണിക് ഓസിലേറ്റർ. ഇത് ആക്ച്വൽ കേസിൽ അൻഹാർമോണിക് ഓസിലേറ്റർ. ഓക്കെ, അപ്പോൾ ഡി ഈക്വലിബ്രിയം, ഇതാണ് നമുക്ക് ഡിസോസിയേഷൻ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ if the molecule gains energy greater than the equilibrium, they break apart. അപ്പോൾ അവർ പിന്നെ സെപ്പറേറ്റ് ആറ്റംസ് ആയിട്ടുണ്ടാവും, പിന്നെ മോളിക്യൂൾ ആവില്ല. അപ്പോൾ വി ഹാവ് ടു കീപ് ദ എനർജി ലെവൽസ് ബിലോ ദി ഡി ഈക്വലിബ്രിയം ലെവൽ. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഉള്ളിലാണ് പിന്നെ വൈബ്രേഷൻസ് നടക്കുന്നത്, എനർജി ലെവൽ. അപ്പോൾ a purely empirical expression which fits the curve is derived by P.M. Morse, so it is known as Morse curve. അപ്പോൾ നിങ്ങൾ ഇതും കൂടി നിങ്ങൾ അൻഹാർമോണിക് ഓസിലേറ്റർ പറയുമ്പോൾ ഇത് നിങ്ങൾ വരച്ച് നിങ്ങളത് പേപ്പറിൽ കാണിക്കണം. മോർസ് ലോ, ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. മോർസ് ലോ E equal to D equilibrium into 1 minus e power a r equilibrium minus r whole square. ഈ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യട്ടോ. മോർസ് ലോ, a is a constant for a particular molecule and D equilibrium is the dissociation energy. D equilibrium നമ്മൾ കണ്ടു, it is the dissociation energy. അപ്പോൾ ഈ എനർജി കിട്ടി കഴിഞ്ഞാൽ ഇത് സെപ്പറേറ്റ് ഡിസോസിയേറ്റ്, നമ്മൾ അതിനെ ഡിസോസിയേഷൻ എനർജി എന്ന് പറയും. ആൻഡ് യൂസിങ് ദ Schrodinger equations, അതൊന്നും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല, ക്വാണ്ടം മെക്കാനിക്സ് ആണ്. നമ്മളിവിടെ നേരെ സ്പെക്ട്രം മാത്രം ഡിസ്കസ് ചെയ്താൽ മതി. ദ എനർജി ലെവൽസ് ഈസ് ഫൗണ്ട് ആസ് epsilon mu equal to nu plus half omega e bar minus nu plus half whole square omega e bar chi per centimeter. അപ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ ന്യൂ വാല്യൂ ഈക്വൽ 0, 1, 2, 3 നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒമേഗ ഇ ബാർ ഈസ് ദി ഓസിലേഷൻ ഫ്രീക്വൻസി. ഒമേഗ ബാറിലാണ്, സോ ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ദി വേവ് നമ്പർ. Chi is a constant, unharmonicity constant. And we have seen that the vibrational levels crowd more closely together with increasing mu. Some of the levels are, അപ്പോൾ ഈ ലെവൽ നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ട്രാൻസിഷൻ
ഈ എനർജി ലെവൽസ് നമ്മൾ ന്യൂക്ക് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ എനർജി ലെവൽ ന്യൂക്കൾ 0, ന്യൂക്കൾ 1, ന്യൂക്കൾ 3, ന്യൂക്കൾ 3 നിങ്ങൾ അത് ഈ ലെവലിൽ വരക്കുമ്പോൾ കൈയിന്റെ വാല്യൂ വളരെ ചെറുതായതുകൊണ്ട് അറ്റ് ഹയർ എനർജി ലെവൽസ് the levels are more crowded. അപ്പോൾ നിങ്ങൾ ഇതും നിങ്ങൾ വരച്ച് പഠിക്കട്ടോ. Then more precise expression for the levels require cubic, quadratic terms, anharmonic constants. Then for anharmonic oscillator നമ്മൾ ന്യൂ പ്ലസ് ഹാഫ് കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ ന്യൂ ഈക്വൽ ടു ഒമേഗ ഇ ബാർ ഇൻറ്റു 1 മൈനസ് കൈ ഇൻറ്റു ന്യൂ പ്ലസ് ഹാഫ് ഇൻറ്റു ന്യൂ പ്ലസ് ഹാഫ്. ന്യൂ പ്ലസ് ഹാഫ് നമ്മൾ കോമൺ ആക്കി, ന്യൂ പ്ലസ് ഹാഫും ഒമേഗ ഇ ബാറും കോമൺ ആയിട്ട് എടുത്തു. ആൻഡ് ബൈ കമ്പയറിംഗ് ദി ഹാർമോണിക് ഓസിലേറ്റർ വി ക്യാൻ റൈറ്റ് ഹാർമോണിക് ഓസിലേറ്ററിൽ നമ്മൾ കണ്ടത് എന്താണ്? ഒമേഗ ഓസിലേഷൻ ഇൻറ്റു ന്യൂ പ്ലസ് ഹാഫ്. അപ്പോൾ ആ ഒമേഗ ബാർ എന്നുള്ളത് ഒമേഗ ബാർ ഓസിലേഷൻ നമുക്കിവിടെ ഈ അനഹാർമോണിക് കേസിൽ ദാറ്റ് ബിക്കംസ് ഒമേഗ ഇ ബാർ ഇൻറ്റു 1 minus chi e nu plus half. Therefore, thus the anharmonic oscillator behaves like a harmonic oscillator, but with an oscillation frequency which decreases steadily with increasing nu. If we now consider the hypothetical energy state obtained by putting nu equal to minus half, നമ്മൾ വേറെ ഒരു ടേമിലേക്ക് പോവുകയാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് nu equal to minus half സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. Nu equal to minus half substitute ചെയ്ത് കഴിഞ്ഞാൽ this becomes 0, then it becomes omega e bar. So omega bar oscillation equal to omega e bar എന്നായി. Thus we see that omega e bar may be defined as the hypothetical equilibrium oscillation frequency of the harmonic system. Then for ground state we substitute nu equal to 0. So we can write omega bar oscillation, omega 0 bar equal to omega e bar into 1 minus half chi e per centimeter, and thus epsilon 0 multi equation half into omega e bar into 1 minus half chi e per centimeter. So this is the 0 point energy, and we said the 0 point energy differs slightly from that of the harmonic oscillator. അപ്പോൾ നമുക്ക് ഇവിടുത്തെ 0 point energy ഇതാണ് കിട്ടിയിട്ടുള്ളത്. And the selection rule for anharmonic oscillator is found as delta nu equal to plus or minus 1, plus or minus 2, plus or minus 3. അപ്പോൾ നമുക്ക് അത് നിങ്ങൾക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഈ വാല്യൂസ് നിങ്ങൾക്ക് ഇവിടെ പ്ലോട്ട് ചെയ്യാം. 0 to 1, 0 to 2, 0 to 3 നിങ്ങൾക്ക് അത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹയർ ട്രാൻസിഷൻ പോസിബിലിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഈ എമിഷൻ ഇത് അബ്സോർപ്ഷൻ ആണ്, തിരിച്ചു വരുന്നത് എമിഷൻ. അപ്പോൾ നമുക്ക് രണ്ടിനും നമുക്ക് ഒരേ എനർജീനെ നമുക്ക് സ്പെക്ട്രം തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾ ന്യൂ ഈക്വൽ ടു 0 to 1 നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആ ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ എനർജി സ്പെക്ട്രം നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. അപ്പൊ ആ സ്പെക്ട്രം നിങ്ങൾ വരച്ച് പഠിക്കുക കേട്ടോ. കൂടുതൽ മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് പ്ലോട്ട് ചെയ്യണം. Thus they are the same as for the harmonic oscillator, which with the additional possibility of larger jumps. These however are predicted by theory and observed in practice to be rapidly diminishing probability, and normally only the lines of delta nu equal to plus or minus 1, plus or minus 2, and plus or minus 3. Okay. Okay. Higher the possibility of transition from lower level to higher level is very less. അതിന് നമ്മൾ പോപ്പുലേഷൻ ഇൻവേർഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മള് ലേസറൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ ഈ പോപ്പുലേഷൻ ഇൻവേർഷൻ ഒക്കെ പഠിച്ചിട്ടില്ല. ഇതെല്ലാം പറയുന്നത് എന്താണ്? പോപ്പുലേഷൻ ഇൻവേർഷൻ എന്താണ്? ഹയർ ലെവലില് നമ്പർ ഓഫ് എക്സൈറ്റഡ് ഇലക്ട്രോൺസിന്റെ എണ്ണം കുറയുന്ന സമയത്ത് നമ്മൾ എണ്ണം കൂട്ടുന്നതിന് നമ്മൾ പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറയും. അപ്പൊ അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഇക്വേഷൻ, അതായത് നമ്പർ ഓഫ് ദ ഇലക്ട്രോൺസ് ഇൻ ദി ഹയർ സ്റ്റേറ്റ്. അപ്പോൾ ദ പോപ്പുലേഷൻ ഈസ് നിയർലി 0.01 for nu equal to 1 state.
ദാൻ ദി ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഇപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിനേക്കാളും ഇവിടെ സാധ്യത കുറവാണ്. നമ്പർ ഓഫ് അതായത് ഇവിടെ നമ്മൾ molecules. ഇപ്പോൾ molecule in the higher state is number of molecules in the higher energy state is very much less when compared to the ground state. നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ ആ ട്രാൻസിഷൻ നമ്മൾ ന്യൂ ഈക്വൽ 0 to ന്യൂ ഈക്വൽ ടു 1, ഡെൽറ്റ ന്യൂ ഈക്വൽ ടു +1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. ദെൻ ഡെൽറ്റ ന്യൂ ഈക്വൽ ടു +2 നിങ്ങൾ അതിനെ ന്യൂ ഈക്വൽ ടു ന്യൂ 0 ഈക്വൽ ടു ന്യൂ ഈക്വൽ ടു 2 നിങ്ങൾക്ക് ഈ ഇക്വേഷൻ കിട്ടും. ദെൻ 0 to 3 +3 നമ്മൾ ഈ ഇക്വേഷൻ കിട്ടും. അപ്പോൾ നമ്മൾ 3 ഇക്വേഷൻ കിട്ടും. നമ്മൾ ഇനി അവിടെ നിന്ന് അങ്ങോട്ടുള്ള ട്രാൻസിഷൻ നമ്മൾ പോസിബിലിറ്റി കുറവാണെന്ന് കണ്ടു. നമ്മളത് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മൾ ഫോർ ഗുഡ് അപ്രോക്സിമേഷൻ വി സബ്സ്റ്റിറ്റ്യൂട്ട് അബൌട്ട് 0.01 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് 3 ലൈൻ നമുക്ക് കിട്ടും. അപ്രോക്സിമേറ്റ്ലി ഒമേഗ ഇ ബാർ 2 ഒമേഗ ഇ ബാർ ആൻഡ് 3 ഒമേഗ ഇ ബാർ ആൻഡ് നമ്മളിവിടെ അതിന്റെ സ്പെക്ട്രൽ ലൈൻ നമുക്ക് ഇവിടെ വരക്കാം. 2 ഒമേഗ ഇ ബാർ 2 ഒമേഗ ഇ ബാർ 3 ഒമേഗ ഇ ബാർ. അപ്പോൾ 3 സ്പെക്ട്രൽ ലൈൻ നമ്മൾ വരക്കാൻ പഠിച്ചു. അപ്പോൾ ഓരോ സ്പെക്ട്രൽ ലൈനെ നമ്മൾ വ്യത്യസ്ത പേരുകളാണ് അറിയപ്പെടുന്നത്. അത് ഒമേഗ ഇ ബാറിന്റെ ഫണ്ടമെന്റൽ അബ്സോർപ്ഷൻ, then 2 omega e bar first overtone, then 3 omega e bar second overtone എന്ന് പറയും. അപ്പോൾ for example in the HCl spectrum shows intense absorption at 2886 per centimeter, that is first absorption. Okay, fundamental absorption, it is intense ആണ്. then അടുത്ത വീക്ക് ആയിട്ടുള്ള അബ്സോർപ്ഷൻ കാണുന്നത് 5668 per centimeter, അത് നമുക്ക് സെക്കൻഡ് ഈ ലെവലിൽ നമുക്ക് എഴുതാം. തേർഡ് കുറച്ചുകൂടി ഇന്റൻസിറ്റി കുറവാണ് 8347, അതിനേക്കാൾ ഇന്റൻസിറ്റി കുറവായിരിക്കുമ്പോൾ സാധ്യത ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ആൻഡ് വി ഫൈൻഡ് ഇത് ഒമേഗ ഇ ബാർ is 2990 per centimeter, and if we substitute here then we can find chi is equal to 0.0174 for the HCl. Okay, അപ്പോൾ നമുക്കങ്ങനെ പറയാൻ പറ്റും. thus we see that whereas for the ideal harmonic oscillator the spectral absorption occurs exactly at the classical vibrational frequency. For real anharmonic molecule, the observed fundamental absorption frequency and the equilibrium frequency may differ considerably. അപ്പോൾ നമുക്ക് ഇതിന്റെ ഈ വാല്യൂസ് കൈ കിട്ടി. നമുക്ക് ഇനി ഫോഴ്സ് കോൺസ്റ്റന്റ് ഒമേഗ ഇ ബാർ കണ്ടു. അപ്പോൾ നമുക്ക് ഇനി ഫോഴ്സ് കോൺസ്റ്റന്റ് കാണാൻ നേരത്തെ ഒരു ഇക്വേഷൻ കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. K ഈക്വൽ ടു 4. അത് നിങ്ങൾ ഇതിന്റെ മുകളിൽ റൊട്ടേഷണൽ സ്പെക്ട്രം നിങ്ങൾ ഡിസ്കസ് ചെയ്താൽ പറ്റും. ഫോഴ്സ് കോൺസ്റ്റന്റ് ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഒമേഗ സി ന്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബാക്കി ഒമേഗ ഇ ബാർ ഉള്ളത് നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഫോഴ്സ് കോൺസ്റ്റന്റ് ഈസ് 560 ന്യൂട്ടൺ പെർ മീറ്റർ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് ഇങ്ങനെ കുറെ ഡാറ്റാസ് നമുക്ക് സ്പെക്ട്രൽ ലൈൻസ് കിട്ടിക്കഴിഞ്ഞാൽ, നമുക്ക് വൈബ്രേഷണൽ സ്പെക്ട്ര കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്ന് എന്തൊക്കെ കാണാൻ പറ്റും? അൻഹാർമോണിക് കൈ കാണാൻ പറ്റും, ഫോഴ്സ് കോൺസ്റ്റന്റ് കാണാൻ പറ്റും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് നമുക്ക് കാണാൻ പറ്റും. അതായത് കെ ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ആർ ഈക്വലിബ്രിയം കാണാൻ പറ്റും. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിന് പറയാൻ പറ്റുന്നത്. നമുക്കിനി വൈബ്രേഷൻ റൊട്ടേഷൻ സ്പെക്ട്രം ഓഫ് കാർബൺ മോണോക്സൈഡ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.